അന്വേഷിക്കണം. എനിക്കെതിരെ ഉന്നയിച്ച 3 ആരോപണങ്ങൾ ഒരു കാര്യമെങ്കിലും ഞാൻ ചെയ്തോ എന്നൊന്ന് അന്വേഷിക്കണം. എനിക്കത് പറയാൻ പോലുള്ള ലിബർട്ടി ഇല്ല. അതായത് എനിക്ക് നേരെ വ്യാജ കള്ള അല്ലെങ്കിൽ ശരിയല്ലാത്ത പരാതികളോ സത്യമല്ലാത്ത പരാതികളോ വന്നു, അത് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. ഞാൻ ഷെയർ ചെയ്ത ഫോട്ടോയും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ. എന്ത് ചെയ്യാൻ ഞാൻ ആലോചിക്കുന്നത്, തിരിച്ച് നിങ്ങളിൽ ഒരാൾക്കോ നമ്മുടെ സഹോദരനോ മകനോ സുഹൃത്തിനോ ഇത് വരികയാണെങ്കിലേ എന്തൊരവസ്ഥയാണ്. അതായത് എനിക്കെതിരെ സത്യവിരുദ്ധമായി ചില കാര്യങ്ങൾ ചെയ്തിട്ട് അത് സത്യവിരുദ്ധമാണെന്ന് പറയാൻ പോലും പറ്റില്ല. കാര്യം പറ്റുകയാണെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെലുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഈ ലാസ്റ്റ് വേണ്ടി ഞാൻ അവസാനം എൻ്റെ സുപ്രീം കോടതിയിലെ അഭിഭാഷകനോട് അടി കൂടിയിട്ടാണ് പറഞ്ഞത്, ഞാൻ കള്ളക്കേസ് എന്തെങ്കിലും ഒരു വാക്ക് വെക്കും, ഇല്ലെങ്കിൽ ഞാൻ പ്രസ് മീറ്റ് വിളിക്കുന്നതിന് അർത്ഥമില്ല, കള്ളക്കേസ് എന്തെങ്കിലും ഒരു വാക്ക് വെക്കും. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എൻ്റെ ഇത്രയേ ഉള്ളൂ. ശശി തരൂർ സാറിൻ്റെ വിഷയത്തിന് വേണ്ടിയാണ് ഈ പ്രസ് മീറ്റ് വിളിക്കുന്നത്. പക്ഷേ എൻ്റെ കാര്യം തീർച്ചയായും ഞാൻ പറയണമെന്നുള്ളത് കൊണ്ട് എന്തൊരനീതിയാണെന്ന് ആലോചിക്കണം. 16 ദിവസം എന്തൊരനീതിയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അന്വേഷിക്കണം. അത് ശരിയെന്ന് നിങ്ങൾക്ക് സത്യവും തോന്നുന്നുണ്ടെങ്കിൽ ദയവായി അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. ഈ ശ്രീ ദിലീപിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം, ഞാൻ ശ്രീ ദിലീപിൻ്റെ കാര്യത്തിൽ ആദ്യം മുതലേ എടുക്കുന്ന നിലപാടുകൾ കോടതിയുടെ അടക്കം സാധൂകരണവും പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയായി വന്നില്ലേ. പക്ഷെ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഞാൻ ശരിയായി എന്ന് പറയാനല്ല ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. പകരം നമ്മുടെ സമൂഹത്തിന് തെറ്റിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ആ വീട്ടിലും പുള്ളിക്കൊരു അമ്മയില്ലേ, ആ വീട്ടിൽ പുള്ളിക്കൊരു ഭാര്യയില്ലേ, 2 പെൺമക്കളല്ലേ അവിടെ ഉള്ളത്. എത്ര കാലം അദ്ദേഹത്തെ വേട്ടയാടി. എന്നിട്ട് ഞാൻ ജയിലിൽ പോകുമ്പോൾ, അതായത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് കണ്ടത്. അന്ന് ഞാൻ അകത്ത് കിടക്കുകയാണ്, 8-ാം തീയതി വിധി വരുമ്പോൾ ഞാൻ അറസ്റ്റിലാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടു ചില ചാനലുകൾ, എല്ലാവരും ഒന്നും പറയുന്നില്ല, ഇപ്പോഴും പുള്ളി എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നും ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ചിത്രീകരിക്കുന്നതേ എന്ത് ആത്മാർത്ഥതയാണ്. കോടതി എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ. ഇനി ഞാൻ 1500 പേര് വായിച്ചില്ല കേട്ടോ, ചാറ്റ് GPT-യിലൊക്കെ ഇട്ട് സമ്മറൈസ് ചെയ്താണ് വായിച്ചത്. പറഞ്ഞു ഓരോ കാര്യങ്ങളും ശരിയല്ല. നിങ്ങൾ മാധ്യമങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾ മാധ്യമങ്ങൾക്കെല്ലാം, എൻ്റെ കേസ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പോലീസും പ്രോസിക്യൂഷനും ഒരു ഫോട്ടോ ചോർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടി, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഫോട്ടോ എന്ന് പറഞ്ഞു. എവിടെയാ ഫോട്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. നടക്കുന്ന കള്ളത്തരത്തിൻ്റെ എക്സ്റ്റെൻറ്റ് ആലോചിച്ച് നോക്കുക. രാഹുൽ ഈശ്വർ കുറച്ചുകൂടെ സാധാരണക്കാരനാണ്, 16 ദിവസമേ ജയിലിൽ കിടന്നുള്ളൂ. ശ്രീ ദിലീപ് 85 ദിവസം ജയിലിൽ കിടന്നു. പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ലഭിച്ചു. ഏത് കോടതിയും ജാമ്യം നിഷേധിക്കില്ലേ? ആ ഫോട്ടോ എന്തായിരുന്നു? ഫോട്ടോഷോപ്പായിരുന്നു. പോലീസുകാർ ഫോട്ടോഷോപ്പ് ചെയ്ത് തുടങ്ങിയാൽ എവിടെ ഈ രാജ്യം ചെന്ന് നിൽക്കും? ഇനി നിങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ടില്ലെങ്കിൽ വെറുതെ പൾസർ സുനി, ഞാൻ ആ ഫോട്ടോയും കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാണ് പോലീസുകാരെ. നമ്മുടെ ഒറിജിനൽ ഫോട്ടോ റിയാസ് എന്ന് പറഞ്ഞിട്ട് ദിലീപ് ഫാൻസ് അസോസിയേഷന്റെ സെക്രട്ടറി റിയാസ്, എല്ലാവർക്കും അറിയാം റിയാസ് എന്ന് പറയുന്നത്. റിയാസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ എടുത്ത് ഫേക്ക് ചെയ്താണ് ആ ഫോട്ടോ ഉണ്ടാക്കിയത്. റിയാസ് വീട്ടിൽ വന്ന് ഇപ്പൊ പറയുകയും ചെയ്തു, എന്റെ ഫോട്ടോ എടുത്ത് അതിൽ പൾസർ സുനിയുടെ മുഖം വെട്ടി ഒട്ടിച്ച് അങ്ങനെയാണ്. ഇതിന്റെ കാര്യമേ 2 ഫോട്ടോകൾ ബ്ലെൻഡ് ചെയ്തു. 2 ഫോട്ടോകൾ ബ്ലെൻഡ് ചെയ്തിട്ട് ദിലീപിന്റെ ബാക്കിൽ, ഒരുപാട് ദൂരെ ബാക്കിൽ 2 പേര് നിൽക്കുന്നു. അത് പൾസർ സുനിയാണെന്ന് ധ്വനിപ്പിക്കാനായി വേറൊരു ഫോട്ടോ സൈഡിൽ ഒട്ടിച്ചു വെച്ചു. പൾസർ സുനിയുടെ മുഖത്ത് ഒരു റൗണ്ട് ഇട്ട് വെച്ചു. എന്നിട്ട് കോടതിയിലും മാധ്യമങ്ങളിലും അടക്കം ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടത്രേ. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ബിജു മേനോൻ നമ്മുടെ റൺ ബേബി റണ്ണി പറയുന്ന പോലെ ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടത്രേ, അതുകൊണ്ട് 4 ആഴ്ചയാക്കി ജാമ്യം കൊടുക്കരുത്. കേൾക്കുന്ന ജഡ്ജിയെ എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ വിചാരിക്കും. ഒരു ഫോട്ടോഗ്രാഫിക് എവിഡൻസ്. ഇത് ഫോട്ടോഷോപ്പ് പോലീസ് ചെയ്തു എന്ന് പറഞ്ഞത് പോലീസിലെ DGP ആയിരുന്നൊരു വ്യക്തിയല്ലേ, ശ്രീലേഖ മാഡം അല്ലേ പറഞ്ഞത്? പോലീസിലെ DGP ആയിരുന്നൊരു വ്യക്തി ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് കള്ളം ചെയ്തു. ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ ഇത്? ഇത് സാധാരണക്കാരൻ ചെയ്താൽ അവനെ അറസ്റ്റ് ചെയ്യില്ലേ? പോലീസുകാർ ചെയ്താൽ തെറ്റാണെന്നെങ്കിലും നമ്മൾ പറയണ്ടേ? അതായത് ഈ ചങ്ങലയ്ക്ക് സമനില നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പോലീസുകാർ ചെയ്തത് തെറ്റാണെന്നെങ്കിലും ഒരു മാധ്യമം പറയണ്ടേ? എന്നിട്ട് 8 വർഷത്തോളം ശ്രീ ദിലീപിനെയും കുടുംബത്തെയും വേട്ടയാടിയതിനു ശേഷം അദ്ദേഹത്തിന് അനുകൂലമായി വളരെ കൃത്യമായൊരു വിധി വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ജഡ്ജി, ആ സിറ്റിംഗ് ജഡ്ജിയുടെ പേര് പറയുന്നില്ല, എന്നോട് പറഞ്ഞു വനിതകളുടെ ഒന്നും പേര് പറയരുത്, അതുകൊണ്ട് നീ വനിതകളുടെ ഒന്നും പേര് പറയരുത്, എന്തെങ്കിലും രീതിയിൽ കേസ് അട്രാക്ട് ചെയ്തു. അതുകൊണ്ട് ആ സിറ്റിംഗ് ജഡ്ജി, എനിക്ക് വളരെ ആദരവുള്ള ആ സിറ്റിംഗ് ജഡ്ജിക്കെതിരെ കടുത്ത സൈബർ ആക്രമണം, അവരുടെ വീട്ടുകാർക്കെതിരെ അടക്കം അധിക്ഷേപം നടത്തിയിട്ട് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ നിവേദനവും പരാതിയും കൊടുത്തു. ആർക്കെതിരെയെങ്കിലും ആക്ഷൻ എടുത്തു? ഒരു സിറ്റിംഗ് ജഡ്ജിയല്ലേ. എനിക്കെതിരെ സത്യമല്ലാത്തൊരു കേസ് വന്നു.